ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്ക് വളരെ പെട്ടെന്ന് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും 1/4 കപ്പ് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സവാള ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർക്കാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം. ഇത് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ഞാനിവിടെ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ബേക്കിംഗ് സോഡ കൂടി ചേർത്താൽ മാത്രമേ നന്നായിട്ട് അത് പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ അത് താല്പര്യം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാവൂ കേട്ടോ. അപ്പോൾ ഞാനിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. കാരണം ഒരുപാട് കട്ടിയാകാനും പാടില്ല, ലൂസായി പോകാനും പാടില്ല. അപ്പോൾ കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർഡായി പോകും, ലൂസായി കഴിഞ്ഞാൽ എണ്ണ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് വേണം, ഈ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. നമ്മളിത് ഡ്രോപ്പായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിക്ക് വേണം ഇത് കുഴച്ചെടുക്കാൻ. കുഴയ്ക്കുമ്പോൾ അല്പം വെള്ളം കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അല്പം പൊടി ഇട്ട് കൊടുക്കുക. എനിക്കൊരു 1/4 കപ്പ് വെള്ളമേ ഇതിന് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്നതിന് ശേഷം നമുക്കതൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഗോതമ്പ് പൊടി കൊണ്ടുള്ള പലഹാരങ്ങളൊന്നും അധികം എണ്ണയൊന്നും പിടിക്കത്തില്ല. ഇത് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. തണുത്ത് കഴിയുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് മാറും. പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നിങ്ങളത് ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും അങ്ങനെയൊന്നും വിചാരിക്കരുത്. നല്ല ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നല്ല പലഹാരമാണ്. നമുക്കിത് എത്ര വേണോ കഴിക്കാം. അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കാരണം അധികം എണ്ണ പിടിക്കുന്ന ഒരു പലഹാരമേ അല്ല. നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാനിതിവിടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 വശവും ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് അതിൻ്റെ ആ ബബിൾസ് ഒന്ന് അണഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരുപാട് പലഹാരങ്ങൾ ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ചട്നി കൂടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.